96 ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. 7 അവാർഡുകൾ നേടി ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമർ ഇത്തവണത്തെ ഓസ്കാറിൽ തിളങ്ങി. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച സഹനടൻ, ഒറിജിനൽ സ്കോർ, എഡിറ്റിംഗ്, ക്യാമറ അവാർഡുകൾ ഓപ്പൺഹൈമർ നേടി. ആറ്റം ബോംബിന്റെ പിതാവ് ഓപ്പൺഹൈമറുടെ ജീവിതമാണ് ക്രിസ്റ്റഫർ നോളൻ ഈ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചത്. ഇതിലൂടെ ആദ്യമായി സംവിധായകനുള്ള ഓസ്കാറും നോളൻ നേടി. കിലിയൻ മർഫി മികച്ച നടനായും എമ്മ സ്റ്റോൺ മികച്ച നടിക്കുമുള്ള പുരസ്കാരവും നേടി. റോബർട്ട് ഡൗണി ജൂനിയറാണ് മികച്ച സഹനടൻ. എമ്മ സ്റ്റോണിന്റെ മികച്ച നടി പുരസ്കാരമടക്കം പുവർ തിങ്സ് 4 അവാർഡുകൾ നേടി. സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ് മികച്ച വിദേശ ചിത്രം. ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ബാർബിക്ക് മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം മാത്രമാണ് ലഭിച്ചത്. ജിമ്മി കമലായിരുന്നു ഡോൾബി തിയേറ്ററിൽ നടന്ന ചടങ്ങിന്റെ അവതാരകൻ. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം നടക്കുന്ന ഗാസയിൽ സമാധാനത്തിന് വേണ്ടി ഒരു കൂട്ടം സെലിബ്രിറ്റികൾ ചുവന്ന റിബൺ ധരിച്ചാണ് ഓസ്കാർ ചടങ്ങിനെത്തിയത്. അതേസമയം മികച്ച വസ്ത്രാലങ്കാരത്തിന് അവാർഡ് പ്രഖ്യാപിക്കാൻ ഹോളിവുഡ് നടൻ ജോൺ സീന എത്തിയത് പൂർണ്ണ നഗ്നനായിട്ടായിരുന്നു. പുവർ തിങ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് എമ്മ സ്റ്റോൺ മികച്ച നടിയായി. ദ ഹോൾഡോവേഴ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഡിവൈൻ ജോയ് റാൻഡോൾഫ് മികച്ച സഹനടിയായി. അമേരിക്കൻ ഫിക്ഷൻ, അനാറ്റമി ഓഫ് എ ഫോൾ, ബാർബി, ദ ഹോൾഡോവേഴ്സ്, പാസ്റ്റ് ലീവ്സ്, ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്നിവയാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരത്തിനായി മത്സരിച്ച മറ്റ് സിനിമകൾ. നിഷ പൗജ സംവിധാനം ചെയ്ത ഇന്ത്യൻ ഡോക്യുമെന്ററി ചിത്രം ടു കിൽ എ ടൈഗർ മികച്ച ഡോക്യുമെന്ററി വിഭാഗത്തിൽ മത്സരത്തിനുണ്ടായിരുന്നു. ഝാർഖണ്ഡിലെ ഒരു 13-കാരി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നത്. 21 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് ടു കിൽ എ ടൈഗർ ഇതുവരെ നേടിയത്. എന്നാൽ യുക്രൈൻ ഡോക്യുമെന്ററിയായ 20 ഡേയ്സ് ഇൻ മരിയപോളിനെയാണ് ഓസ്കാർ പുരസ്കാരം തേടിയെത്തിയത്.